السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر لوالدينا ولأساتذتنا ولمشايخنا. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ആരും ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാത്ത ചെറിയ ചെറിയ പുണ്യകർമ്മങ്ങളെ കൊണ്ട് കിട്ടുന്ന വലിയ വലിയ പ്രതിഫലങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമാണ് നാം പറയുന്നത്. മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇദാ ഖാലൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആള് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുന്ന ആള് ഉരുവിട്ടാൽ, വഖാല അഹദുക്കും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അതിന് മറുപടിയായി നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, സുമ്മക്കാല, പിന്നെ ബാങ്ക് വിളിക്കുന്ന ആൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുരുവിട്ടു, അപ്പോൾ കേൾക്കുന്ന ആളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി. പിന്നെ സുമ്മക്കാല അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ ഉരുവിട്ടാൽ, ഖാല, ആ മുഅ്മിനായ മനുഷ്യൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന് മറുപടിയായി പറഞ്ഞാൽ, സുമ്മഖാല ഹയ്യ അലസ്വലാ, മുഅദ്ദിൻ ഹയ്യ അലസ്വലാ എന്ന് പറഞ്ഞപ്പോൾ ഖാല ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് മറുപടി പറഞ്ഞു. സുമ്മഖാല ഹയ്യ അലൽ ഫലാ, ഹയ്യ അലൽ ഫലാ എന്ന് മുഅദ്ദിൻ പറഞ്ഞു. അപ്പോൾ ഖാല ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടതിന് ആദരവോടെ ഇങ്ങനെ മറുപടികൾ പറഞ്ഞാൽ, സുമ്മക്കാല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മന്ത്രങ്ങൾ മുഅദ്ദിന് ബാങ്ക് വിളിക്കുന്ന ആള് പറഞ്ഞാൽ, ഖാല, കേൾക്കുന്ന ആൾ എന്ത് പറഞ്ഞു? അവരും പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലോകമൊട്ടുക്കും പറയാണ് മുഅദ്ദിന്റെ കൂടെ. സുമ്മക്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബാങ്ക് വിളിക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ മുഴുവനും മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വിശ്വാസി പറഞ്ഞാൽ എന്താ പുണ്യം? ദഖലൽ ജന്ന. മാഷാ അല്ലാഹ്, ദഖലൽ ജന്ന. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളാണ് ഈ പറയുന്നത്. ആ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാൻ അത് മതി. കാരണം എന്താ? തൗഹീദിന്റെ മന്ത്രങ്ങളല്ലേ. ബാങ്ക് എന്ന് പറയുന്നത് വല്ലാത്ത മധുരമാണ്, വിശ്വാസികളുടെ ആവേശമാണ്, തൗഹീദിന്റെ മന്ത്രങ്ങളാണ്. പക്ഷേ ഇന്ന് പലർക്കും ആ ആദരവൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒക്കെ ബാങ്ക് വിളി നമുക്ക് കേൾക്കണം. നമ്മുടെ ശരീരം അത് കേൾക്കട്ടെ, ശരീരം ലോലമാവട്ടെ. ആ വലിയ മന്ത്രങ്ങൾ നമ്മുടെ ചെവിയിലൂടെ കേൾക്കട്ടെ. ഹറാമുകളും പാട്ടുകളും മ്യൂസിക്കുകളും മറ്റനാവശ്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അക്കൂട്ടത്തിൽ ഇത്തരം നല്ല മധുരമായ ബാങ്കുകളും നമ്മൾ കേൾക്കട്ടെ. നമ്മുടെ കുഞ്ഞു മക്കളെ കേൾപ്പിക്കണം. നമ്മുടെ വീടുകളിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിശബ്ദമായി നമ്മുടെ വീടും നാമും ഒക്കെ ബാങ്ക് കേൾക്കട്ടെ. അതിനു വേണ്ടി റെഡിയാവുക. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ മൊബൈലിൽ കളിക്കാൻ പാടില്ല, TV ഓണായി നിൽക്കാൻ പാടില്ല, അതുപോലെ ശബ്ദിക്കാൻ പാടില്ല. എല്ലാം നിർത്തിവെച്ച് നാമും നമ്മുടെ വീടും പരിസരവും നമ്മുടെ പറമ്പും ഒക്കെ ബാങ്കിന് വേണ്ടി ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ. ഈ എളിയവന് പരിശുദ്ധ മദീനയിൽ പുണ്യ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ വെച്ച് പരിശുദ്ധ ബാങ്ക് വിളിക്കാനുള്ള ഇജാസത്ത്, സമ്മതം കിട്ടിയിട്ട്, അതിന് ഇജാസത്ത് ഉണ്ട് എന്ന് തന്നെ അറിയുന്നത് അപ്പോഴാണ്. എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഹബീബ് സൈൻ തങ്ങൾ തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകൾ കാരണമായിട്ടാണ് ആ വലിയ അവസരം എനിക്ക് കിട്ടിയത്. അന്ന് ഹബീബ് സൈൻ തങ്ങൾ അവർ പറഞ്ഞ ബാങ്കിൻ്റെ നിയ്യത്തുകൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ബാങ്കിൻ്റെ ഗുണങ്ങൾ, ബാങ്കിൻ്റെ മഹത്വങ്ങൾ, ഏകദേശം ഒരു അരമണിക്കൂറോളം ബാങ്കിൻ്റെ മഹത്വങ്ങളായിരുന്നു അവർ അന്ന് പറഞ്ഞു തന്നത്.
അതിൻ്റെ ശേഷം സുബഹിക്ക് പ്രവാസ ലോകത്ത് ഒറ്റക്കാവുന്ന സമയത്തും റൂമിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, അതുപോലെ കുടുംബത്തോടൊപ്പം നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കും. അതിന് വല്ലാത്തൊരു രസമാണ്. നമ്മളും നമ്മുടെ ശരീരവും നമ്മുടെ ഭാര്യമാരുടെ ശരീരങ്ങളും നമ്മുടെ മക്കളുടെ ശരീരങ്ങളും നമ്മുടെ വീടും നമ്മുടെ നാവിലൂടെ മനോഹരമായി ബാങ്കിന്റെ മന്ത്രങ്ങൾ കേൾക്കുക എന്നത് തന്നെ ആ വീട്ടിന് ബറക്കത്താണ്, ഭാര്യമാർക്ക് ബറക്കത്താണ്, മക്കൾക്ക് ബറക്കത്താണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അന്ന് മഹാനവർ പറഞ്ഞതാണ്, ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവർ പറഞ്ഞതാ. എന്ത്? ബാങ്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് നിസ്കാരം. അഖിമിസ്വലാത്ത ലിദിക്രി എന്നുള്ള പറഞ്ഞില്ലേ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ എന്നെ മറക്കാതിരിക്കാൻ വേണ്ടി. അള്ളാനെ മറന്നില്ല അള്ളാഹ്ക്ക് വല്ല നഷ്ടമുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു എല്ലാറ്റിനെ തൊട്ടും ഐശ്വര്യവാനാണ്. പക്ഷേ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അതാണ് അഖിമിസ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ ഓർമ്മപ്പെടുത്തലാണ് ബാങ്കിലൂടെ നടക്കുന്നത്. മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ നിസ്കരിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത്. അത് വലിയ പുണ്യമാണ്. അള്ളാഹുവിന്റെ തൗഹീദ്, അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അവനാണ് വലിയവൻ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അവന്റെ മേലെ ആരുമില്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ മേലെയുള്ളവനാണ് അല്ലാഹു അക്ബർ. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എൻ്റെ മാതൃക, എൻ്റെ റോൾ മോഡൽ. അവിടുന്നാണ് എൻ്റെ നേതാവ്, അവിടുത്തെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, അവിടുന്നാണ് എൻ്റെ പ്രവാചകൻ എന്ന ആ ഓർമ്മപ്പെടുത്തലാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിലൂടെയുള്ളത്. പിശാച്ചിനെ ആട്ടിക്കളയുന്നുണ്ട്, പിശാച്ചിനെ നമ്മിൽ നിന്ന് തുരത്തി ഓടിക്കുന്നുണ്ട് ബാങ്കുകളിലൂടെ. ബാങ്ക് കേൾക്കുന്ന സമയം ഓടിപ്പോകുമെന്നാണ്. അപ്പൊ അത് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ ആദർശങ്ങളും ഇബാദത്തുകളും മുഴുവനും അടങ്ങിയ വചനങ്ങളാണ് ബാങ്ക് വിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി ഹുസൈൻ തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിനിന് ഒരുപാട് നിയ്യത്ത് വെക്കാനുണ്ട്. ആരാണ് അതൊക്കെ വെക്കുന്നത്? ആരാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്? ആർക്കാണ് ഇജാസത്തുള്ളത്? ഒന്നാമതായി ഇർളാഉൽ ഇലാഹി സുബ്ഹാന, അള്ളാഹുവിന് ഇഷ്ടപ്പെടുത്തുക, അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുക. ബാങ്കിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഭൗതികമായ നേട്ടങ്ങളല്ല, ശമ്പളമല്ല, ആരുടെയെങ്കിലും പ്രശംസകളല്ല, മറിച്ച് റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കുക. പിന്നെ ഇഗാദത്തു ശൈത്താൻ, റബ്ബിന്റെ പൊരുത്തം ബാങ്കിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ആരെ വെറുപ്പിക്കാൻ പറ്റും? പിശാചിനെ വെറുപ്പിക്കാൻ പറ്റും. അവനെ ദേഷ്യം പിടിപ്പിക്കുക, അവനെ വെറുപ്പിക്കുക. ബാങ്കിലൂടെ ലക്ഷ്യം വെക്കുക, നിയ്യത്ത് വെക്കുക. പിന്നെ തജ്ദീദുൽ ഈമാൻ, അല്ലാഹ്, ബാങ്ക് വിളിയിലൂടെ കിട്ടുന്ന വലിയ ഒരു നേട്ടമാണ് നമ്മുടെ ഈമാനിനെ പുതുക്കുക. അതിന് ആ വിശ്വാസ ആദർശങ്ങളെ പുതുക്കാൻ കഴിയുന്നു. പിന്നെയോ അൽ അമാനുലി നഫ്സിഹി വലി ബലദി, ബാങ്കിലൂടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വെക്കേണ്ട നിയ്യത്തെന്താ? എൻ്റെ ശരീരത്തിനും എൻ്റെ നാടിനും സുരക്ഷ ലഭിക്കണം. ബാങ്ക് മൂലം സർവ്വവിധ ശൈത്താനുകളും പോകണം, ആ സുരക്ഷ കിട്ടും. പിന്നെ തംബീഉൽ ഗാഫിലി വന്നായിമി, ഉറക്കം നടിച്ചവനും അശ്രദ്ധയിലുള്ള ആളുകളെയും ഉറങ്ങുന്നവരെയും ഒക്കെ ഉണർത്ത എന്തിലേക്ക്? അഖിമിസ്വലാത്ത ലിദിക്രി എന്ന് പറഞ്ഞ ആ സന്ദേശത്തിൽ, നിസ്കാരത്തിലേക്ക് വരുമെന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്. പിന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഷിആർ, ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ചിഹ്നം ഉയർത്തിപ്പിടിക്കലുണ്ട് ബാങ്ക് വിളിക്കുന്നതിലൂടെ. അതൊരു അഭിമാനമല്ലേ? അതോടൊപ്പം പൂർവികരായ മഹാന്മാരൊക്കെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്തെല്ലാം നിയ്യത്ത് വെച്ച്, അതൊക്കെ നിയ്യത്ത് വെക്കാം. അപ്പൊ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്ന ആളും ആ ബാങ്കിന്റെ ആദരവോടുകൂടെ ബാങ്ക് വിളിക്കണം. ബാങ്ക് കേൾക്കുന്ന ആൾ അതിന് ആദരവോടുകൂടെ മറുപടി പറഞ്ഞാൽ ദഖലൽ ജന്ന. മാഷാ അല്ലാഹ്, എത്രമാത്രം ഡിജിറ്റലൈസ് ചെയ്ത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് ചെയ്തു തന്ന അമലാണിത്. സ്വർഗത്തിൽ കടന്നു. ഇനി എന്താ വേണ്ടത്? മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും മാതാപിതാക്കളെയും ഭാര്യമക്കളെയും ഒക്കെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാങ്കിലെ കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ച് ജീവിച്ച് അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നാളെ സ്വർഗത്തിൽ അഹ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ